നമ്മൾ ഇന്ന് ചാനലുകളിലൊക്കെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന മലക്കപ്പാറയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ആനക്കയത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരുന്ന ഒരു കാറ് ആനകളെ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. അപ്പം ആനകളെ ആക്രമിച്ച ആ കാറാണ് ഈ കിടക്കുന്നത്. ഇതിന് എന്തിനു കൊള്ളാത്? ഈ കാറിന്റെ അവസ്ഥ നോക്കിയാൽ മാരുതി സ്വിഫ്റ്റ് കാറാണ് ഈ കിടക്കുന്നത്. ഈ കാറ് തവിട് പൊടിയാക്കി തകർത്ത് തരിപ്പണാക്കിയ സാധനം. നിങ്ങൾ നോക്ക്, ഒരു കാർ ഒരു കുടുംബം സ്വന്തമാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാറ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എപ്പോഴും എല്ലാവർക്കും അത് എളുപ്പത്തിൽ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആറ്റുനോറ്റ് വാങ്ങിച്ച ഒരു കാറിന്റെ സ്ഥിതിയാണ് കാണുന്നത്. ആ ആന തകർത്ത് തരിപ്പണാക്കി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ കാറ് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം ഇവര് കൈക്കുഞ്ഞായിട്ട് നമ്മുടെ കറുകുറ്റി സ്വദേശി എലുവത്തിങ്കൽ സാബു എന്ന് പറയുന്ന ചേട്ടന്റെ മകനാണ് ഈ കാർ ഓടിച്ചിരുന്നത്. കൈക്കുഞ്ഞടക്കം ആളുടെ ഭാര്യയും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ കുട്ടിയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് വന്ന ഒരു ട്രാവലറിൽ കയറി അവർ പോരാ ചെയ്തത്. വേറെ മറ്റൊന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. വനാന്തരത്തിന്റെ ഉള്ളിൽ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ ഈ കാറ്, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ കാറ് ഇവർ പോകുന്നതിന് ശേഷം മറ്റോ ഇത് കാർ അവിടെ നിന്ന് മാറ്റാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആക്രമിക്കപ്പെടില്ല. ഇനി അതിലും ഏറ്റവും വലിയ മനസ്സിന് നടക്കുന്ന ഒരു സംഭവം, ഇവരൊന്ന് വന്ന് അവിടെ ചെന്ന് ഈ കാറ് പരിശോധിച്ച് നോക്കുമ്പോൾ 2 ഹെഡ്ലൈറ്റ് സെറ്റ്, ബാറ്ററി, ഇതൊക്കെ അടക്കം അഴിച്ചു മാറ്റി കൊണ്ടേക്കാന്ന്, മോഷണം കൂടി നടന്നേക്കാന്ന്. എന്ത് തെണ്ടിത്തരാ നോക്കി ഈ വക പരിപാടികൾ നോക്കി. ഈ കാറ് ഇമാതിരി കിടക്കുന്ന ഒരു കാർ റോട്ടിൽ നമ്മളൊരു കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് കാർ അപകടത്തിൽപ്പെട്ട് ഈ പരുവത്തിലേക്ക് കിടക്കുന്ന കാറിന്റെ ലൈറ്റും അതോടൊപ്പം തന്നെ സെറ്റ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ്, ബാറ്ററി, ഇത് അഴിച്ചു മാറ്റി കൊണ്ടുപോയി. 2 ഹെഡ്ലൈറ്റും അഴിച്ചു മാറ്റി കൊണ്ടുപോയേക്കാണ്. അപ്പൊ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കാറിൽ നിന്ന് ഈ വക സാധനങ്ങൾ അഴിച്ചു മാറ്റുന്ന സംഘങ്ങളും നമ്മുടെ ഈ മലക്കപ്പാറ റൂട്ടിലുണ്ട്. ഇത് ഭയങ്കരമായിട്ടൊരു സംഭവം തന്നെയാണ്. ഇമാതിരി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സംഗതികളിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. എന്തായിരുന്നാലും അതീവ ഈ കാറിന്റെ സ്ഥിതി കണ്ടിട്ട് നമുക്ക് തന്നെ വളരെ വിഷമം തോന്നുന്നു. അപ്പൊ പോലീസ്, ഫോറസ്റ്റ്, ഞാൻ പറയുന്നത് പോലീസ് എന്തായാലും ഇതിൽ അന്വേഷിക്കണം. ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റും ആൻഡ്രോയിഡ് സെറ്റും അതുപോലെ ഹെഡ്ലൈറ്റും അതുപോലെ ബാറ്ററിയും അടിച്ചു മാറ്റി കൊണ്ടുപോയ ബിരുദന്മാര് അതാരാണെന്നുള്ളത് കണ്ടെത്താനായിട്ടുള്ള ഒരു അന്വേഷണ നടപടികളോട് സ്വീകരിക്കണം. എന്തായിരുന്നാലും ഈ വാഹനം ഇവിടുന്ന് ചാലക്കുടി കൂടെ കറുകുറ്റിയിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം ഇവര്. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപകടത്തിൽപ്പെട്ട കിടക്കുന്ന ആൾക്കാരെ സഹായിച്ചില്ലെങ്കിലും ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെണ്ടി തരണത്. അത് ശരിയല്ലാന്നല്ല. അവനൊക്കെ ഈ സാമാനം കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കും? അവന് അതിനേക്കാളും വലിയ ദുരിതം ഉണ്ടാവും. അവന്റെ ജീവിതത്തിൽ അതിനേക്കാളും വലിയ ദുരിതം ഉണ്ടാവും. കാരണം അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കേണ്ട അവന്റെ വാഹനത്തിനുള്ളിൽ നിന്ന് അപകരിക്കപ്പെടാന്ന് പറഞ്ഞല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രളയത്തിന്റെ സമയത്ത് ബീവറേജിൽ നിന്ന് മദ്യക്കുപ്പികൾ അടിച്ചു മാറ്റിയ സംസ്കാരമുള്ള സംഗതിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും ഈ ചേട്ടന്റെ ഈ ദുഃഖത്തിൽ ഞാനും പങ്കു. കാരണം ഈ വാഹനം ഇനി ഇത് എന്ത് കൊണ്ടുപോയി ഇതിനെ ശരിയാക്കാൻ പറ്റുമെന്നൊക്കെ ഇതിന്റെ അവസ്ഥ കണ്ടിട്ടെ നിങ്ങൾ തന്നെ കാണുന്നു ഇതിന്റെ അവസ്ഥ. ഇത് വണ്ടി ഇന്നലെ എന്റെ മോനും, എന്റെ പേരെങ്ങനെ? എന്റെ പേര് സാബു. എവിടെ വീട്? എന്റെ വീട് കറുകുറ്റി. എന്റെ മോനും എന്റെ മരുമോളും കുഞ്ഞു കൊച്ചാണ്, 1 വയസ്സായ കൊച്ച്. ഇവര് ഇന്നലെ മലക്കപ്പാറയ്ക്ക് ടൂർ പോയതാണ്. ടൂറ് പോയി തിരിച്ചു വരും വഴി ബ്രേക്ക് ഡൗൺ ആയി. ആനക്കായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്, ആനക്കായ വാച്ചുമരം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോ മോനും ഭയങ്കര ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മോൻ ഇറങ്ങി, വണ്ടി ബോണറ്റ് തുറന്ന് വന്നപ്പോഴേക്ക് ആന വളഞ്ഞു അവിടെ വന്നിട്ട്. ആനകൾ വന്നപ്പോഴേക്ക് ഒരു ട്രാവലറുകാർ വന്ന് ഇവര് 3 ആളെ ട്രാവലറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുവന്ന് നേരെ വാഴച്ചാലിൽ ഒന്ന് ഇൻഫോം ചെയ്തു, ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇന്നമാതിരി ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അപ്പൊ തന്നെ എന്റെ ചേട്ടന്റെ മക്കള് ഇവരെല്ലാവരും കൂടി വണ്ടി എടുത്തിട്ട് രാത്രി തന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു വെളുപ്പിന് 3:30 വരെ അവിടെ നിന്നിട്ട് ആനക്കൂട്ടം അവിടെ നിന്ന് പോണില്ല. വണ്ടിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആനക്കൂട്ടം. വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് ചേട്ടന്റെ മോന്റെ കാറും കൊണ്ട് തിരിച്ച് 5-8 ആൾ കൂടി പോയി, ജീപ്പൊക്കെ ആയിട്ട്. പക്ഷെ ആനക്കൂട്ടം രാത്രി ആക്രമിച്ചുകൊണ്ടിരിക്കണേ, ഇവരെ അടുപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന് പോയി അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് ഇൻഫോം ചെയ്ത് ഇപ്പൊ വണ്ടി പോയി എടുത്ത് കൊണ്ടുവരുന്ന വഴിയാ. പിന്നെ വണ്ടിയുടെ 2 ഹെഡ്ലൈറ്റും ബാറ്ററിയും ആരും അയച്ചുകൊണ്ടായി. ബാറ്ററിയും അയച്ചുകൊണ്ടുപോയി വണ്ടിയുടെ. ആരാന്ന് അറിയില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നമ്മൾ അറിയണേ. ആരെ അയച്ചുകൊണ്ടുപോയെന്ന് അറിയില്ല. ഹെഡ്ലൈറ്റ് 2, ബാറ്ററി, ആൻഡ്രോയിഡ് സെറ്റ്, സ്റ്റീരിയോ. അല്ലല്ല, അത് അയച്ചുകൊണ്ടുപോയിരുന്നത്. അത് അപ്പൊ ഞങ്ങള് ഫോറസ്റ്റിൽ ഇൻഫോം ചെയ്തു. മോൻ അവിടെ രാത്രി തിരിച്ചു വഴി ഇൻഫോം ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ചേട്ടന്റെ മക്കളെ കൂടി ചെന്നു, വാഴച്ചാലിൽ ഇൻഫോം ചെയ്തു. അപ്പൊ അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക്. പക്ഷെ വീണ്ടും രണ്ടാമത് ചെന്നപ്പോ വണ്ടി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന. വെളുപ്പിന് 3:30 ആനയുടെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റണല്ലേ ചെന്നിട്ട് രാത്രി. അങ്ങനെ സംഭവം ഉണ്ടായ. അത് കഴിഞ്ഞിട്ട് ഹെഡ്ലൈറ്റ്, ബാറ്ററി എല്ലാം അത് അയച്ചുകൊണ്ട്, ആരൊന്നും നമുക്കറിയില്ല. അത് അവിടെ നിന്ന് അയച്ചുകൊണ്ടുപോയതാ. വണ്ടി എന്റെ വീട്ടിലേക്ക് കറുകുറ്റിക്ക് കൊണ്ടുവന്നപ്പോ ഇനി മറ്റുള്ള എന്റെ ജീവിത എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടില്ല. അപ്പൊ വണ്ടി അവിടെ കറുകുറ്റിയിൽ വീട്ടിൽ കൊണ്ടുവിടാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ ഇൻഫോം ചെയ്ത് ഈ സംഭവം അവിടുന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടുന്ന് വാഴച്ചാലിൽ വന്ന് എൻ്റെ മകൻ വന്നിട്ട് അവിടെ വന്നിട്ട് ഫോറസ്റ്റിൽ വന്നിട്ട് അവിടെ ഇൻഫോം ചെയ്തു. ഞങ്ങൾ തന്നെ എൻ്റെ വണ്ടി അവിടെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കണം, ഞങ്ങളവിടെ ആന വന്ന് ആക്രമിച്ചിട്ട് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റണില്ല, വണ്ടി അവിടെ ഇട്ടുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് വാഴച്ചാലിൽ വന്ന് അവിടെ ഇൻഫോം ചെയ്തു. പക്ഷെ അവരുടെ കുറച്ച് അനാവസ്ഥയൊക്കെ ഉണ്ട്. അവിടുന്ന് വിളിച്ച് അങ്ങോട്ട് പറയാനോ പിടിക്കാനോ പറഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല.
അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആനകൾ വന്ന് ആക്രമിച്ച് വണ്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാരണം അതിന് മുമ്പാണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ വണ്ടി ഇതേപോലെ നശിപ്പിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മക്കളെ കൂടി രാത്രി തന്നെ ഇവിടുന്ന് ജീപ്പൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. പിന്നെ നമുക്ക് അടുക്കാൻ പറ്റണില്ല ആനയുടെ അടുത്തേക്ക്. ആ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്.